എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2026 ഓണം എക്സാമിൻ്റെ LKG ക്ലാസ്സിലെ കുട്ടികളുടെ CBSE കുട്ടികളുടെ മോഡൽ ചോദ്യപേപ്പറാട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡലിൽ പഠിച്ചിട്ട് പോയാൽ മതി. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ മുതൽ എറു വരെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ആ മുതൽ എറു വരെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് നല്ല തറവായിട്ട് പഠിക്കണം. കുട്ടികൾ നന്നായിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. അടുത്തത് എല്ലാ അക്ഷരങ്ങളുടെയും, അതായത് ഇപ്പോൾ ആ മുതൽ എറു വരെയാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ അക്ഷരങ്ങളിൽ ഓരോ വാക്ക് വീതം പറയാനായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ആ വെച്ച് ചോദിക്കുമ്പോൾ അമ്മ, ആ വെച്ച് ചോദിക്കുമ്പോൾ ആന, ഈ വെച്ച് ചോദിക്കുമ്പോൾ ഇല, ഈച്ച, ഉറി, ഊഞ്ഞാൽ, ഋഷഭം, അങ്ങനെ എല്ലാ വാക്കുകളിൽ നിന്നും ഓരോ വാക്ക് വെച്ച് പറയാനായിട്ട് കുട്ടികൾ പഠിച്ചിരിക്കണം. അടുത്തത് ചേരുംപടി ചേർക്കുക. സെയിം അക്ഷരങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻസ് തമ്മിൽ യോജിപ്പിക്കാം. ക്വസ്റ്റ്യൻസ് അല്ല, സെയിം അക്ഷരങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഈയിലോട്ട്, ഈയിലോട്ട്, ഊലോട്ട്, അങ്ങനെ സെയിം അക്ഷരങ്ങളിലേക്ക് അത് യോജിപ്പിച്ചു കൊടുക്കാം. അടുത്തത് എറു അക്ഷരത്തിന് നിറം കൊടുക്കുക. ഇതിൽ നിന്ന് എറു കണ്ടുപിടിച്ചിട്ട് ആ എറു അക്ഷരത്തിന് നിറം കൊടുക്കുക. ഇതാണല്ലേ. അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളറ് നമ്മൾ കൊടുത്താൽ മതി. അടുത്തത് ചിത്രം ഏതാണെന്ന് പറയുക. ചിത്രം ഏതാണെന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കുറേ ചിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ വെച്ചാണെങ്കിൽ ഒരു 4 ചിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ വെച്ചാണെങ്കിൽ അതുപോലെ 4 ചിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാ ചിത്രങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ചൂണ്ടിക്കാട്ടി കൊടുത്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് അത് പറയിപ്പിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഈ ചിത്രം കൊടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആപ്പിൾ, ഇല, അത് ഏതാണെന്ന് അവർ പറയണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിത്രം കൊടുത്തിരിക്കുന്നത് ഏതാന്ന് കണ്ടുപിടിച്ച ശേഷം അതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതണം. ഇപ്പോൾ ഇതിൽ അമ്മു ആണിത്, അമ്മു. അപ്പോൾ ആദ്യത്തെ അക്ഷരം ആ, അത് എഴുതണം. ആമ, ആദ്യത്തെ അക്ഷരം ആ എഴുതണം. അങ്ങനെ കുറേ ചിത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ചിത്രമായിരിക്കും, ഏതെങ്കിലും ഇതുപോലെ 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് കുട്ടികൾ എഴുതണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു പാട്ട് പാടണം. അപ്പോൾ കുറേ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ടീച്ചർമാർ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാട്ട് കുട്ടികൾ പാടണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾ പഠിപ്പിക്കുക. ടീച്ചർ അതായത് മിസ്സുമാർ പഠിപ്പിച്ച പാട്ട് ഏതെങ്കിലും ഒരെണ്ണം കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ ആദ്യത്തെ അക്ഷരത്തിലേക്ക് വേണം ചേർക്കാനായിട്ട്. ആദ്യത്തേത് ഊത്ത്, അപ്പോൾ ഊത്തിലേക്കത് യോജിപ്പിക്കാം. അടുത്തത് ഉറുമ്പ്, ഉറുമ്പിലേക്ക് യോജിപ്പിക്കാം. ഇഡലി, ഇഡലിയിലേക്ക് യോജിപ്പിക്കാം. ഈന്തപ്പന, ഈന്തപ്പനയിലേക്ക് യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ ഉണ്ടല്ലോ കുറേ ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ചാപ്റ്ററിലും ഇപ്പം ആ വെച്ചാണെങ്കിൽ ആ ബേസ് ചെയ്തിട്ട് അമ്മു, അമ്മ, അമ്മുമ്മ, അപ്പു, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വാക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഓരോന്ന് പറയാം. താരാട്ട് പാടി ഉറക്കുന്നത് ആര്? അപ്പോൾ അതിൻ്റെ ആൻസർ അമ്മ. കരയിലെ ഏറ്റവും വലിയ മൃഗം ആന. പാല് തരുന്ന മൃഗം ആട്. ഇലയുടെ നിറം എന്ത്? പച്ച. രോഗം പരത്തുന്ന ജീവി ഈച്ച. മുറം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഈറ. ഊഞ്ഞാൽ കെട്ടിയത് ആര്? അച്ഛൻ. ഈന്തപ്പഴത്തിന്റെ രുചി എന്ത്? മധുരം. നാമം ജപിക്കുന്നത് ആര്? ഋഷി. ഉറിയിൽ തൂങ്ങിയതാര്? പൂച്ച. വണ്ടി വലിക്കുന്നത് ആര്? ഋഷഭം. അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും
ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ ആൻസർ പറയണം. അടുത്തത് ജസ്റ്റ് ചിത്രത്തിന് നിറം നൽകുക. ഏതെങ്കിലും ഒരു ചിത്രം നൽകിയിട്ടുണ്ടായിരിക്കും, അതിന് നമ്മൾ കളർ കൊടുക്കാം. ഇപ്പൊ ഇലയുടെ ചിത്രമാണെങ്കിൽ പച്ച കളറും കൊണ്ട് അത് കളർ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ ചോദിക്കുന്നല്ല, ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതായത് മൊത്തം ഉണ്ടാവൂല, ഇതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാനും ഒക്കെ ഉള്ളതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. അപ്പോൾ അവർ ക്ലാസ്സിൽ ഫസ്റ്റ് എന്തായാലും കിട്ടും അവർക്ക്. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാം. അപ്പോൾ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.